ഇവിടെ ഇങ്ങനെ കാണുന്നില്ലല്ലോ. ഇവളിത് എവിടെ കൊണ്ടുവച്ചു? മീരേ, മീരേ, മീരേ! എന്താ ഈ കിടന്ന് തിരയുന്നേ? ഇതെല്ലാം വലിച്ചു വാരിയിട്ട് നാശമാക്കിയല്ലോ. ഞാനൊരു 500 രൂപ ഇവിടെ വെച്ചിരുന്നല്ലോ, അതെവിടെ പോയി? ആ, 500 രൂപ എനിക്ക് വേണോന്ന് ഞാൻ അപ്പൊ തന്നെ നിങ്ങളോട് പറഞ്ഞാണല്ലോ. അത് കേട്ടില്ലായിരുന്നോ? ആ എടി, നാളെ ബൈക്കിന് പെട്രോൾ അടിക്കാൻ വേറെ പൈസ ഇല്ല. ദേ, നിനക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് തരാന്ന് ഞാൻ പറഞ്ഞല്ലേ. അപ്പൊ എനിക്ക് കൊടുക്കാനുള്ളവർക്കൊന്നും കൊടുക്കണ്ടെന്നാ? ആ, പിന്നെ ഞാനിപ്പോ എന്ത് വേണമെന്നാ? എങ്ങോട്ടെങ്കിലും പോണെങ്കിൽ നടന്നു പോണോ? നിങ്ങൾ നടന്നു പോയാലും കൊള്ളാം, ലോറി കയറി പോയാലും കൊള്ളാം, 500 രൂപ ഞാൻ തരത്തില്ല. ആ മീൻകാരന്റെ കയ്യിന്നേ മീൻ കടം വാങ്ങിച്ചിട്ട് 500 രൂപ കൊടുക്കാൻ ബാക്കിയുണ്ട്. അതെനിക്ക് നാളെ കൊടുത്തേ പറ്റൂ. ഇനി അയാളുടെ കയ്യിൽ നിന്ന് കൂടി ചീത്ത കേൾക്കാൻ എന്നെ കൊണ്ട് വയ്യ. ഈ നശിച്ച വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയാ മതിയായിരുന്നു. അതെങ്ങനെയാ? പലരും ഉണ്ടാക്കി വെച്ച ബാധ്യതയെല്ലാം കൂടി എടുത്ത് തലേ ചുമക്കാൻ തയ്യാറായി ഒരാളിവിടെ നിപ്പുണ്ടല്ലോ. എന്റെ മോളുടെയും ജീവിതം പോയിന്ന് പറഞ്ഞാ മതിയല്ലോ. നീ ചുമ്മാ അനാവശ്യം പറയരുത് കേട്ടോ. നിന്റെയും മോളുടെയും ജീവിതം എവിടെ പോയെന്നാ നീ പറയുന്നേ? നിങ്ങളൊരു മനുഷ്യനാണോ? സന്തോഷത്തോടെ ജീവിച്ച നമ്മുടെ ജീവിതം മുഴുവൻ നശിപ്പിച്ചതേ നിങ്ങൾ ഒറ്റ ഒരുത്തനാ. ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നേ? എന്റെ കുടുംബത്തിന്റെ ഷെയർ വിറ്റ് കിട്ടിയ കാശ് ഞാൻ നിങ്ങളുടെ കയ്യിലല്ലേ കൊണ്ടു തന്നത്. അതെവിടെ പോയി? ആ പണം മുഴുവനും തൊലച്ചത് സേതു മാധവനും കുടുംബത്തിനും വേണ്ടിയാ. അല്ലാതെ നമുക്ക് വേണ്ടി ഒരു ചില്ലിക്കാശ് നിങ്ങളെടുത്ത് ചെലവാക്കിയിട്ടുണ്ടോ? ഇടി, ഒന്ന് പതുക്കെ പറ, ആരെങ്കിലും ഒക്കെ കേക്കും. കേക്കട്ടെ, എല്ലാവരും കേക്കട്ടെ. ആദ്യം 50 ലക്ഷം, 5ഉം 10ഉം 2ഉം 3ഉം ഒക്കെ ആയി. പിന്നെ ആർക്കൊക്കെ എത്രയൊക്കെ കൊടുത്തു നിങ്ങൾക്ക് വല്ല കണക്കുണ്ടോ? ഞാൻ ഇതുവരെ അങ്ങനെ ഒരു കണക്ക് നോക്കിയിട്ടില്ല. എല്ലാം എന്റെ കുടുംബം മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ. അവസാനം എന്റെ കൊച്ചിന് സിവിൽ സർവീസിന്റെ കോച്ചിങ്ങിന് പോകാൻ വെച്ചിരുന്ന 5 ലക്ഷം രൂപ എടുത്ത് സേതു മാധവന്റെയും മക്കളുടെയും കടം തീർക്കേണ്ടി വന്നില്ലേ? അതിന് 1 രൂപ എടുത്ത് നിങ്ങൾ എനിക്കൊരു സാരി വാങ്ങിച്ചു തന്നിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വിഷമം വരില്ലായിരുന്നു. പലരും ഉണ്ടാക്കി വെച്ച ബാധ്യത തീർക്കാൻ വേണ്ടി എന്റെ മോളുടെയും ജീവിതം തോലഞ്ഞ് തീരുവാ. ഇടിയൊന്നും മിണ്ടാതിരിക്കാൻ. ഇതൊന്നും പറയാനുള്ള സമയമല്ല ഇപ്പോ. പിന്നെ എപ്പ പറയണം? ഞാൻ ചത്തു കഴിഞ്ഞിട്ടോ? സേതുമാധവനും ഉണ്ടല്ലോ 3 ആൺമക്കൾ. ഒരാളും അയാളുടെ ഡോക്ടർ ഭാര്യയും അങ്ങ് അമേരിക്കയില്. പിന്നെ വേറൊരുത്തൻ ഉപേക്ഷിച്ചു പോയ ഭാര്യ അന്വേഷിച്ച് ഇപ്പോഴും വട്ടം ചുറ്റി നടക്കുക. ബാക്കി എല്ലാവരും ഇവിടെ നിങ്ങൾ കഷ്ടപ്പെടുന്നതും കൊണ്ട് ജീവിക്കുന്നു. അവർക്കൊന്നും ഒരു ഉത്തരവാദിത്വം ഇല്ല. എടി, സച്ചി ഇപ്പോഴും അച്ഛനെ അന്വേഷിച്ചാണ് നടക്കുന്നത്. അത് നീ മറക്കരുത്. അവളുടെ കാര്യം നിങ്ങൾ മിണ്ടി പോരുത്. ഈ 2 കുടുംബങ്ങളെ നശിക്കാൻ കാരണം അവൾ ഒറ്റ ഒരുത്തിയാ. മതി, വെറുതെ അവളെ കുറ്റം പറയണ്ട. അവൾ എന്തുകൊണ്ടാണ് എല്ലാം കളഞ്ഞിട്ട് പോയെന്ന് നിനക്കറിയില്ലേ? ഇല്ല, എനിക്കൊന്നും അറിയില്ലല്ലോ. ഞാൻ വെറും പൊട്ടിയല്ലേ. എല്ലാ ഭാരവും കൂടി എടുത്ത് തലയെ കയറ്റി രാവിലെ മുതല് പാതിരാത്രി വരെ അടുക്കളയിൽ പണിയും ചെയ്ത് വല്ലവർക്കും വേണ്ടി എരിഞ്ഞു തീരാൻ എന്നെ കൊണ്ട് വയ്യ. മടുത്തു ഞാൻ. ഇത്തിക്കണ്ണികളെ പോലെ അത് തുറന്നിരുന്ന് ജീവിക്കാൻ വേറെ ചിലരും. ഇവർക്കൊക്കെ സ്വന്തം കാര്യം നോക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തൂടെ? ആ കേസ് നടത്താൻ ഒരു നല്ല വക്കീലിനെ വെക്കണമെന്ന് പോലും ഇവിടെ ആർക്കും ഒരു ചിന്തയുമില്ല. അതിനും നിങ്ങൾ പിന്നാലെ പോയി പണം കൊടുക്കണം. എനിക്കിനി ഈ നശിച്ച വീട്ടിൽ ജീവിക്കണമെന്നേ ഇല്ല. ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയിക്കോളാം. ഇരിക്കുന്നു നിങ്ങളുടെ 500 രൂപ. കൊണ്ടുപോയിട്ടെ പുഴുകി തിന്ന്. ഈശ്വര, ഈ നരകത്തിൽ കിടന്ന് ഇങ്ങനെ ശ്വാസം മുട്ടി മരിക്കാനാ എന്റെ വിധി.
എന്താ മോനെ നീ പറയുന്നത്? നമ്മളെല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്നവരാ. ആരെന്ത് പറഞ്ഞാലും കേൾക്കുമെന്നല്ലാതെ വേറെ മാർഗമില്ല. നിമിഷ നീ കൂടെ ഇവിടെ നിന്ന് ഇറങ്ങി എങ്ങോട്ട് പോകും? അതോർത്ത് ഏട്ടൻ വിഷമിക്കണ്ട. എനിക്കൊരു കാര്യം പറയാനുള്ളൂ. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച പാഠമോ. മറ്റാരുടെ അധ്വാനത്തിന്റെ ഭാഗം പറ്റി ജീവിച്ച് മരിച്ചുപോയ നമ്മുടെ അച്ഛന് പേരുദോഷം കേൾപ്പിക്കരുത്. ജീവിച്ചിരിക്കുമ്പോ നമ്മുടെ അച്ഛൻ ഒരാളുടെ മുന്നിലും തല കുനിച്ചിട്ടില്ല. അന്തസ് കെട്ട് ഒരിക്കലും ജീവിച്ചിട്ടില്ല. എപ്പോഴെങ്കിലും ഏട്ടൻ അങ്ങനെ ജീവിക്കേണ്ടി വന്ന ഒന്നെങ്കിൽ ധൈര്യപൂർവ്വം ഒരു തീരുമാനം എടുക്കണം, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണം. സ്നേഹേ, ഇതിന് മാത്രം ഇവിടെ ഇപ്പം എന്താ ഉണ്ടായേ? ദേ, ഞങ്ങൾ തമ്മിലൊരു വഴക്കുണ്ടായി. അവളുടെ മനസ്സിലുണ്ടായിരുന്ന വിഷമം മുഴുവൻ അവൾ എന്നോട് പറഞ്ഞു. അത് കേട്ടിട്ട് മോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കരുത്. ഇവളുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയുന്നല്ലേ.